അങ്ങനെ നമ്മൾ ഇന്ന് ക്യാരറ്റ് ഹലുവയാണ് ഉണ്ടാക്കുന്നത്. 2.5 കിലോ ക്യാരറ്റ് ഹലുവ ഉണ്ട്. അതിന് വേണ്ടിയത് ക്യാരറ്റ്, എന്താടി മിൽക്ക് മെയ്ഡ്, അത് ഗുഡ് ലൈഫിൻ്റെ പാല്, പിന്നെ ഇത് ക്യാരറ്റാണ്. നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരതണം. അയ്യോ സോറി നെയ്യ് നമ്മൾ ഉരതുന്നു. റൈസൻസും കാഷ്യൂസും ഉണ്ട്. നമ്മൾ ഉരതുന്നു ക്യാരറ്റ് നമ്മൾ ഉരതുന്നു. ഉരതി 2.5 കിലോ ഉരതണല്ലോ. അങ്ങനെ നമുക്ക് ഇത്രയും സാധനം കിട്ടും. ഇനി അടുത്ത പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ 2.5 കിലോ ക്യാരറ്റ് ഉരതി കഴിഞ്ഞു. അപ്പോൾ ഈ 2.5 കിലോ ഉരതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ നെയ്യ് പരന്നു. 1 2 ആ കുപ്പിത്തെ പകുതി നെയ്യ് തീരുന്നു. നമ്മളൊരു വെറൈറ്റിക്ക് നമ്മളൊരു വെറൈറ്റിക്ക് അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മള് ക്യാരറ്റ് സുടുസുടെ ക്യാരറ്റ് 2.5 കിലോ ക്യാരറ്റ് അതിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ കുറച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇനി 4 പഴപഴാന്നങ്ങ് ഇളകുക. അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് താളം മറിച്ച് തലമറിഞ്ഞ് കാലം മറിച്ച് ചവിട്ടിത്തിരുമ്പി അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ട് ബാക്കിയിടാം. നമ്മൾ ഹാഫായിട്ട് വെന്തു. കുറച്ച് പാല് കഴിക്കണം. 1 ലിറ്ററിൻ്റെ പാലാണ്. ബാക്കി വേവിക്കല് പാല്. ബാക്കി ഇനി ഈ പാലിൽ കിടന്ന് തിളയ്ക്കണം. തിളക്ക് പിടിച്ച് തിളച്ചാൽ മതി. വേറൊന്നുമില്ല. അതിന് തിളച്ചോളും കേട്ടോ. കുറച്ച് പാല് ഒഴിക്കുക. കിളക്കുക. നല്ല സോഫ്റ്റ് കുക്കാണ്. ഇതിൽ കിടന്ന് ഇങ്ങനെ സോഫ്റ്റി കുക്കാണ്. നമ്മളിത് സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ബാക്കി കഴിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടിട്ട് ഇവിടുന്ന് ഇപ്പുറത്തേക്കിട്ട് ഇങ്ങനെ പോകണം. ഇതപ്പോൾ കൊണ്ടിരിക്കണം. കുറച്ചുകൂടെ പാല് ഒഴിച്ചു. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ കുറച്ചുകൂടെ പാല് ഒഴിച്ചു. കലക്കി തിരുമ്പി കുറച്ചുകൂടെ പാല് ഒഴിച്ചു. ഇനി ഒന്നുകൂടെ കിളകിളാൻ വെക്കാം. ഏലക്കായ പൊടിച്ചത് ഇട്ടീനു. അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചട്ടി മാറ്റി. അതെ, അപ്പോൾ നമ്മൾ ചട്ടി മാറ്റി ഇതിലേക്കാക്കി. ഇതിൽ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചിട്ടു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചാൽ മതി. Iya, kakak dulu.